സ്വപ്ന ജോലിക്കായി ഡൗൺലോഡ് ചെയ്യൂ CC ലേണിംഗ് ആപ്പ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. ഞാൻ രാഖിൽ RS. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ സിവിൽ എക്സൈസ് ഡ്രൈവർ തസ്തിക, അതുപോലെ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷ ഒക്കെ തന്നെ ഉടനെ നടക്കാൻ പോവുകയാണ്. ഈ പരീക്ഷകളുടെ എല്ലാം സിലബസിനെ അടിസ്ഥാനമാക്കിയ കുറേ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അതിന് മുമ്പ് നമ്മുടെ ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ വിവിധ കോഴ്സുകളും വിവിധ ബാച്ചുകളും ഒക്കെ തന്നെ നിങ്ങൾക്ക് അറിയാനും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനും ഒക്കെ അവസരം ഒരുക്കിക്കൊണ്ട് നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്നും ഒക്കെ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. നമ്മുടെ CC ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. ഇതിൽ നിങ്ങൾക്ക് ഫ്രീ ആയി തന്നെ ഡെയിലി മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ ഫ്രീ ക്വിസ്, കറണ്ട് അഫേഴ്സ്, പ്രീവിയസ് ഇയർ ചോദ്യപേപ്പറുകൾ ഉൾപ്പെടുത്തിയ മെറ്റീരിയലുകൾ, PDF നോട്ടുകൾ, അതുപോലെ റാങ്ക് പെർഫോമൻസ് അനാലിസിസ് സംവിധാനങ്ങളടക്കം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ആപ്പാണ്. അധികം താമസിക്കാതെ ഇപ്പോൾ തന്നെ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആ കാര്യത്തിലേക്ക് വരാം. നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് 20 മാർക്കിന്റെ, അല്ലേ? നമ്മുടെ സിവിൽ എക്സൈസ് ഡ്രൈവർ അടക്കമുള്ള പരീക്ഷകളുടെ സിലബസിന് അടിസ്ഥാനമാക്കിയ 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് നമ്മൾ പ്രതിപാദിക്കുക. നമുക്ക് പെട്ടെന്ന് സിലബസ് ഒന്ന് പരിശോധിച്ചാലോ, അല്ലേ? നമുക്കറിയാം, സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ നമ്മുടെ കാറ്റഗറി, കഴിഞ്ഞ വർഷം നടന്ന കാറ്റഗറി 386/2025 പരീക്ഷയുടെ സിലബസ് ആണ്. 20 മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്ക്. പിന്നീട് 30 മാർക്ക് ഡ്രൈവർ, അത് നമ്മുടെ പോലീസ് ഡ്രൈവർ ആണെങ്കിലും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഡ്രൈവർ ആണെങ്കിലും ഒക്കെ തന്നെ ഡ്രൈവിംഗ് യോഗ്യതയുമായി ബന്ധപ്പെട്ട 30 മാർക്ക് ഉണ്ടായി. ഇവിടെയും അത് തെറ്റിക്കുന്നില്ല. 30 മാർക്കിന്റെ ഡ്രൈവിംഗ് പരിശീലനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ 20 മാർക്ക്. അങ്ങനെ ഒരു പരീക്ഷയുടെ ആകെ 100 മാർക്കിന്റെ പകുതി മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് മാത്രമുള്ള അപൂർവം പരീക്ഷകളിൽ ഒന്നാണ് ഈ എക്സൈസ് ഡ്രൈവർ പരീക്ഷ. അപ്പൊ നമ്മുടെ ഏരിയ നമ്മൾ പരിശോധിക്കുന്നത് ഈ കാണപ്പെട്ട 20 മാർക്കാണ്, അല്ലെ? 20 മാർക്കിന്റെ ഭാഗമാണ് നമ്മൾ പഠിക്കുക. എന്താണ്? തസ്തികകളുടെ, ജോലിയുടെ അല്ലെങ്കിൽ തസ്തികയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. അപ്പൊ നമുക്ക് ഇതിൽ ഏതൊക്കെ ഭാഗമാണ് പഠിക്കാനുള്ളതെന്ന് പെട്ടെന്നൊന്ന് പരിശോധിക്കാം. ഇതിൽ മൊഡ്യൂൾ 1 4 മാർക്കിന് അബ്കാരി ആക്ട് 1/1077 ആണ്. നമുക്കറിയാം, അബ്കാരി ആക്ട് എന്ന പേരിൽ പ്രസിദ്ധമായ നിയമം അബ്കാരി ആക്ട്. അതിൽ തന്നെ നമ്മൾ ഈ പറയപ്പെട്ട ജൂറിസ്ഡിക്ഷൻ മുതൽ ഇങ്ങോട്ട് പ്രധാനപ്പെട്ട പിന്നീട് മദ്യ നയങ്ങളെ സംബന്ധിച്ച്, മദ്യത്തിന്റെ വിവിധ പിന്നീട് ഭാഗങ്ങൾ, ഡ്രൈ ഡേയ്സ് ഏതൊക്കെയാണ്, വിവിധതരം മദ്യങ്ങൾ ഏതെല്ലാം, അതിന്റെ ഉപഭോഗത്തിന്റെ നിരക്ക് എങ്ങനെയാണ്, വിദേശ മദ്യത്തിന്റെ അടക്കമുള്ള കാര്യങ്ങളുടെ ഉപയോഗമൊക്കെ പറയുന്നുണ്ട്. ഇനി അതുപോലെ ഒന്നാണ് മൊഡ്യൂൾ 2 NDPS ആക്ട്, നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് എന്നറിയപ്പെട്ട NDPS ആക്ട്. ഇത് നിങ്ങൾക്ക് മിക്കവാറും യൂണിഫോം തസ്തികയിലേക്കുള്ള പരീക്ഷകളിലേക്കെല്ലാം കാണാൻ പറ്റും. പക്ഷെ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് NDPS ആക്ട്, അല്ലേ? ലഹരികളുടെയും മയക്കുമരുന്നിൻ്റെയൊക്കെ തന്നെ ഉപയോഗം തന്നെ, അതുപോലെ വിമുക്തി മിഷന്റെ പ്രോഗ്രാമും ഒക്കെ തന്നെ നമ്മളതിൽ പറയുന്ന ഒരു ഏരിയയാണ്. ഇവിടെ NDPS ആക്ട് പ്രകാരം കഞ്ചാവ് എന്നത് എന്താണ്, അതിൻ്റെ ഉപയോഗം, ഹാഷ് ഓയിൽ, അതുപോലെ ഇങ്ങനെയുള്ള മറ്റ് ലഹരി വസ്തുക്കളെല്ലാം എന്താണ്, അതിൻ്റെ ഉപയോഗം, സംഭരണം, വീട്ടിൽ ഇത് സൂക്ഷിച്ചാൽ, കൈവശം വെച്ചാൽ ഏത് അളവ് വരെയാണ് നോൺ ബെയിലബിൾ ഒഫൻസ് ആയിട്ടുള്ളത്. NDPS ആക്ട് പ്രകാരം സെക്ഷൻ 31 വധശിക്ഷ വരെ കിട്ടാവുന്ന കുറ്റമുണ്ട് തുടങ്ങിയതൊക്കെ നമ്മളവിടെ പഠിക്കും. 2 മാർക്കിന്റെ ടോപ്പിക്. അതുപോലെ അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസ് റൂൾസ് 1968 ആണ്. വെയർഹൌസിന്റെയും ഡിസ്റ്റിലറികളുടെയും പ്രവർത്തനം എങ്ങനെയാണ്, അതിന് ഓരോന്നിന്റെയും പിന്നീട് കെമിക്കൽ പിന്നെ കോമ്പണൻസ് എന്തൊക്കെ ആയിരിക്കണം, എന്തെല്ലാം ക്രൈറ്റീരിയ ഉണ്ടായിരിക്കണം, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മളവിടെ പറയുക. കൂടുതലും കെമിക്കൽ ഫോർമുല ഒക്കെയാണ് നമ്മളവിടെ പ്രതിപാദിക്കുക. ഓക്കെ, അപ്പൊ അവിടെയാണ് നമ്മൾ എന്താണ് പ്രൂഫ് സ്പിരിറ്റ് എന്നറിയപ്പെട്ടത്, പ്രൂഫ് ലിറ്റർ എന്നറിയപ്പെട്ടത് എന്താണ്, ഫെർമെന്റേഷൻ എന്നറിയപ്പെട്ടത് പുളിപ്പിക്കൽ, ഫെർമെന്റേഷൻ പ്രോസസ് എന്താണ് ഈത്തൈൽ ആൽക്കഹോൾ, മീത്തൈൽ ആൽക്കഹോൾ, റക്ടിഫൈഡ് സ്പിരിറ്റ് എന്താണ്, അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നറിയപ്പെടുന്നത്. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കുക. അതുപോലെ 4മത്തത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഫോറിൻ ലിക്കർ റൂൾസ് ആണ്. ഫോറിൻ ലിക്കർ, വിദേശ മദ്യ നിയമം, ഫോറിൻ ലിക്കർ റൂൾസ് ആണ് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. 3 മാർക്കിന്റെ ടോപ്പിക്കാണ്. അപ്പോൾ 2 തരം വിദേശ മദ്യങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാ? 1 ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യങ്ങൾ, 2 വിദേശ നിർമ്മിത വിദേശ മദ്യങ്ങൾ. അപ്പൊ അവ ഓരോന്നിന്റെയും ക്ലാസിഫിക്കേഷൻ, ലൈസൻസുകൾ, അവ ഓരോന്നും വിൽപ്പന നടത്തേണ്ടത് ഏതെല്ലാം ഔട്ട്ലെറ്റുകൾ വഴിയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളവിടെ പ്രധാനമായിട്ടും പറയും. ഇവിടെയും നമ്മൾ ഡ്രൈ ഡേയ്സിനെ പറ്റി പറയുന്നുണ്ട്.
പിന്നെയാണ് നമ്മൾ പറഞ്ഞു കോറ്റ്പ ആക്ട് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. കോറ്റ്പ നിയമം എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? സിഗരറ്റ്സ് ആൻഡ് അതർ ടൊബാക്കോ പ്രോഡക്ട്സ് പ്രൊഹിബിഷൻ ആക്ട് എന്നറിയപ്പെട്ട നിയമം. അത് 3 മാർക്കിനാണ്. ഇവിടെ നമുക്ക് പൊതു സ്ഥലത്ത് പുകവലിച്ചാലുള്ള ശിക്ഷ, പിന്നെ ഏതൊക്കെയാണ് ടൊബാക്കോ പ്രോഡക്ട്സ് എന്നറിയപ്പെടുന്നത്, ടൊബാക്കോ നിരോധിച്ച് എന്തിനു വേണ്ടിയിട്ടാണ്, ഇതെല്ലാം സ്കൂളുകളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്ര യാർഡ് പരിധിയിലുള്ള നിരോധനം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ അടുത്തത് ക്യാമ്പയിൻ അഗൻസ്റ്റ് ആൽക്കഹോളിസം ആണ്. 3 മാർക്കിന്റെ വലിയ ടോപ്പിക്കാണ് ക്യാമ്പയിൻ അഗൻസ്റ്റ്. ഇവിടെയാണ് നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ വിമുക്തി മിഷന്റെ പ്രവർത്തനമൊക്കെ പറയുന്നത്. മദ്യപാനത്തിനെതിരായുള്ള മദ്യവിരുദ്ധ ക്യാമ്പയിനുകൾ, പ്രവർത്തനങ്ങളാണ് പറയുക. അവിടെ ഈ പ്രധാനപ്പെട്ട ക്യാമ്പയിനുകൾ, വിമുക്തി പ്രോഗ്രാം കണ്ടോ, ഫംഗ്ഷൻ സെന്റർ, വിമുക്തി പ്രോഗ്രാം ഒക്കെ നമ്മൾ അവിടെ പറയുന്നതാണ്. പിന്നെ സാധാരണ ഏതൊരു ജനറൽ PSC പരീക്ഷയ്ക്ക് ഉള്ള ഒരു ടോപ്പിക്കാണ്, ഈവൻ LDC അടക്കമുള്ള എല്ലാ പരീക്ഷയ്ക്കും ഉള്ളൊരു ടോപ്പിക്കാണ് IT ആക്ട് 2000. അറിയാമല്ലോ, 2 മാർക്കിന്റെ ടോപ്പിക്കാണ് IT ആക്ട് 2000. ഇത്രയാണ് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് ആകെ പഠിക്കാൻ, 20 മാർക്കിന്റെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതില് ഈ 2 മാർക്ക് ഒഴിച്ച് ബാക്കിയൊക്കെ ആദ്യമായിട്ടാണ് ഇത് ക്ലാസ് കാണുന്നവരാണെങ്കിൽ, നേരത്തെയൊക്കെ സിവിൽ എക്സൈസ് ഓഫീസറോ സിവിൽ എക്സൈസ് ഡ്രൈവർ പരീക്ഷയ്ക്ക് എഴുതി ശീലമുള്ളവരോ നേരത്തെ പഠനം തുടങ്ങിയവരൊക്കെ ആണെങ്കിൽ ഈ സിലബസ് എങ്കിലും പരിചയം കാണും. ആദ്യമായിട്ട് കാണുന്നവരെ സംബന്ധിച്ച് ഈ കാണുന്ന IT ആക്ട് ഒഴികെ ബാക്കിയെല്ലാവരും പക്ഷെ ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും, അല്ലേ? കാര്യമില്ല, ആദ്യമായിട്ട് കേൾക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പോലും വളരെ വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു പുതിയ ബാച്ച് നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ആരംഭിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് വിശദമായിട്ട് താഴേക്ക് പറയാം. തൽക്കാലം നമുക്ക് ഈ ഒരു ഭാഗത്തെ കുറച്ച് ചോദ്യങ്ങൾ പഠിച്ചാലോ, കേട്ടാലോ? കുറച്ച് പ്രീവിയസ് ചോദ്യങ്ങൾ, അതായത് ഈ കഴിഞ്ഞ സിവിൽ എക്സൈസ് ഡ്രൈവർ പരീക്ഷയ്ക്ക് ചോദിച്ച പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം നോക്കുക. അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പാണ് കുറ്റകരമായ ഗൂഢാലോചനയെ പറ്റി പ്രതിപാദിക്കുന്നത്? കുറ്റകരമായ ഗൂഢാലോചനയെ പറ്റി പ്രതിപാദിക്കുന്നത് ഏത് വകുപ്പാണെന്നാണ് ചോദ്യം. 55B, 55C, 55D, 55E ആണ്, അല്ലേ? അപ്പോ ഈ കുറ്റകരമായ ഗൂഢാലോചന അബ്കാരി ആക്ടിലെ ഒരു കുറ്റകരമായ പ്രവൃത്തിയാണ്. അത് പ്രതിപാദിക്കുന്ന വകുപ്പ്. ഉത്തരം ഞാൻ പറയാം. ഇവിടെ ശരി ഉത്തരം ഒന്നേ ഉള്ളൂ. ഏതായിരിക്കും? നിങ്ങൾ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓപ്ഷൻ C ആണ് ശരി ഉത്തരം, 55D. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 55ാം വകുപ്പാണ് അബ്കാരി ആക്ടിലെ ഇത്തരം ഇല്ലീഗൽ പ്രവൃത്തികളെ പറ്റിയൊക്കെ തന്നെ പറയുക. അത് 55D എടുത്തു പറയുന്നു. ക്രിമിനൽ ഗൂഢാലോചനയ്ക്കുള്ള ശിക്ഷ, ക്രിമിനൽ ഗൂഢാലോചനയ്ക്കുള്ള ശിക്ഷ NDPS ആക്ട് പ്രകാരം ഏതെങ്കിലും തരത്തിലുള്ള അബ്കാരി ആക്ട് പ്രകാരം ഏതെങ്കിലും തരത്തിലുള്ള മദ്യക്കടത്തോ മദ്യനിർമ്മാണമോ മറ്റേതെങ്കിലും വ്യാജ ലൈസൻസ് സമ്പാദിക്കുക ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രവൃത്തിക്ക് വേണ്ടി ഒരു ഗൂഢാലോചനയിൽ പങ്കെടുക്കുകയോ ഗൂഢാലോചന നടത്തുകയോ ചെയ്താൽ അതിൽ പങ്കെടുക്കുന്ന ഏതൊരാളിനും ശിക്ഷാർഹമായ ഒരു പ്രവൃത്തിയാണ് ചെയ്തതെന്ന് അറിഞ്ഞിരിക്കണം. അയാൾക്ക് ശിക്ഷിക്കപ്പെടും. അപ്പോൾ 55D പറയുന്നു 2ഓ അതിൽ. അപ്പൊ ഗൂഢാലോചന എന്ന് പറയണമെങ്കിൽ ഒരാൾ ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിച്ചാൽ ഗൂഢാലോചന ആവില്ല. അപ്പൊ 2ഓ അതിലധികമോ വ്യക്തികൾ ഈ നിയമത്തിൽ പറയുന്ന ഏതെങ്കിലും പ്രവൃത്തികൾ, അതായത് നിയമത്തിൽ കുറ്റകരമായി പറയുന്ന ഏതെങ്കിലും പ്രവൃത്തികൾ ചെയ്യുകയോ ചെയ്യാൻ കാരണമാകുന്നതിനോ വേണ്ടി ഗൂഢാലോചന, ക്രിമിനൽ ഗൂഢാലോചന നടത്തി കഴിഞ്ഞാൽ അത് ശിക്ഷാർഹമാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. നിയമാനുസൃതമായ ശിക്ഷ ഇതിൽ ലഭിക്കും. ഗൂഢാലോചനയിൽ പങ്കെടുത്ത ഏതൊരു വ്യക്തിക്കും ലഭിക്കും. പൊതുവിൽ 55ാം വകുപ്പ്, അപ്പൊ 55D ആയിരുന്നു ഏത്? കുറ്റകരമായ ക്രിമിനൽ ഗൂഢാലോചന. അപ്പൊ 55 എന്ന വകുപ്പ് തന്നെ പറയുന്നത് മദ്യത്തിന്റെയും ലഹരി വസ്തുക്കളുടെയും അനധികൃതമായ ഇറക്കുമതി, നിർമ്മാണം, അതുപോലെ തന്നെ മുതലായ കാര്യങ്ങളെ പറ്റി പറയുന്ന വകുപ്പാണ് സെക്ഷൻ 55. 55ന്റെ A മുതൽ ഇങ്ങോട്ട് നിരവധി വകുപ്പുകളുണ്ട്. 55A പറയുക നിയമമോ ഉത്തരവോ ലംഘിച്ചുകൊണ്ട് മദ്യം, ലഹരി മരുന്ന് എന്നിവ ഇറക്കുമതി, കയറ്റുമതി, കടത്ത്, ട്രാൻസിറ്റ്, കൈവശം വയ്ക്കൽ എന്നിവയെല്ലാം തന്നെ കുറ്റകരമാണെന്ന് പറയുന്ന വകുപ്പാണ് 55A. 55B പറയുന്നത് നിയമമോ ഉത്തരമോ ലംഘിച്ചുകൊണ്ട് മദ്യമോ ലഹരി മരുന്നുകളോ നിർമ്മിക്കുന്നതിനെ കുറിച്ച്, അല്ലെ? നിയമമോ അല്ലെങ്കിൽ നിയമത്തിൽ പറയുന്ന ഏതെങ്കിലും ഉത്തരവുകളോ അല്ലെങ്കിൽ അധികാരികളുടെ ഉത്തരവുകളോ ലംഘിച്ചുകൊണ്ട് മദ്യമോ ലഹരി മരുന്നുകളോ നിർമ്മിച്ചാൽ അതും കുറ്റകരമാണെന്ന് പറയുന്ന വകുപ്പാണ് 55B. പിന്നെ 55F പ്രധാനപ്പെട്ട വകുപ്പ് അബ്കാരി നിയമത്തിന് വിരുദ്ധമായി മദ്യം നിർമ്മിക്കുന്ന ഏതെങ്കിലും ഡിസ്റ്റിലറി, വൈനറി, ബ്രൂവറികളിൽ മറ്റ് ഫാക്ടറികളോ ഗോഡൌണുകളോ ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ അത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് കുറ്റകരമാണെന്ന് പറയുന്ന വകുപ്പാണ് 55F. മനസ്സിലാവുന്നുണ്ടോ? ഒരു ഡിസ്റ്റിലറികൾ,
ബ്രൂവറികൾ, ഇതൊക്കെ തന്നെ അംഗീകാരം നൽകേണ്ടത് എക്സൈസ് കമ്മീഷണർ ആണെന്ന് നിങ്ങൾ കേട്ട് കാണും അല്ലേ? എന്നാൽ നിയമവിരുദ്ധമായി ഇത്തരം എന്തെങ്കിലും മദ്യനിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ അത് കുറ്റകരമാണെന്ന് പറയുന്ന വകുപ്പ് 55F ആണ്. പിന്നീട് 55G എന്നറിയപ്പെട്ട വകുപ്പിൽ പറയുന്നത് നിയമവിരുദ്ധമായി കള്ള് അല്ലെങ്കിൽ ലഹരിമരുന്ന് ഒഴികെയുള്ള മറ്റു മദ്യങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ പാത്രങ്ങൾ, മറ്റ് വസ്തുക്കൾ, അതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ സൂക്ഷിക്കുകയോ കൈവശം വയ്ക്കുകയോ ചെയ്യുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഏത്? 55G. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോ അബ്കാരി നിയമത്തിന് വിരുദ്ധമായി കള്ളല്ലെങ്കിൽ ലഹരി മരുന്ന് ഒഴികെയുള്ള മറ്റ് മദ്യം നിർമ്മിക്കുന്നതിനായുള്ള പാത്രങ്ങൾ അല്ലെ. അതായത് കൃത്യമായി പറഞ്ഞാൽ ഈ നമ്മുടെ നാടൻ ഭാഷയിൽ പറയത്തില്ലേ, ഈ വ്യാജച്ചാരായം, വ്യാജമദ്യം ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉള്ള എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണോ ആ പാത്രങ്ങളും അതിനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി വയ്ക്കുക. ഇത് ഉണ്ടാക്കണമെന്നില്ല. ഇതെല്ലാം തന്നെ ഒരു സ്ഥലത്ത് മദ്യം മാറ്റാനുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടി മിക്സ് ചെയ്ത് വെക്കുന്നു, തൊട്ടിപ്പുറത്ത് അത് അടുത്ത ആഴ്ച മാറ്റാനായിട്ടായിരിക്കും അതിനുള്ള ഏതെങ്കിലും ചില എക്യുപ്മെന്റ്സും ഇതിന്റെ നീരാവി തണുപ്പിക്കാനുള്ള പ്രത്യേക എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടാക്കി വെക്കുന്നു. ഇങ്ങനെ വച്ചാൽ മതി, അത് കുറ്റകരമാണെന്ന് പറയുന്ന വകുപ്പാണ് 55G. മദ്യം നിർമ്മിക്കണമെന്ന് തന്നെ ഇല്ല, ഇത്തരം ഉപകരണങ്ങളോ പാത്രങ്ങളോ മറ്റ് സൗകര്യങ്ങളോ ഒക്കെ തന്നെ തയ്യാറാക്കി വച്ചാലും കുറ്റകരമാണെന്ന് പറയുന്ന വകുപ്പാണ് ഏത്? 55. ഓക്കെ, 55G. ഇനി അടുത്തത് 55H എന്നറിയപ്പെട്ട വകുപ്പാണ്. നിയമവിരുദ്ധമായി മദ്യം വിൽപ്പനയ്ക്ക് വേണ്ടി, അതായത് വിൽക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് കുപ്പികളിലാക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഏത്? 55H. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഒരാള് സ്വന്തമായിട്ട് വീട്ടിൽ കുറെ മദ്യം നിർമ്മിച്ചു, അയാൾ തന്നെ കുപ്പി മേടിച്ച് കുറെ നിറച്ച് ഇങ്ങനെ വിൽക്കുകയാണ്, അത് കുറ്റകരമാണ്. 55H ആണ്. പിന്നെ 55 അബ്കാരി നിയമം ലംഘിച്ചുകൊണ്ട് മദ്യമോ ലഹരി മരുന്നോ വിൽക്കുകയോ വിൽക്കാനായി സൂക്ഷിക്കുകയോ ചെയ്യുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് എന്നറിയപ്പെടുന്ന 55I. അത് നമ്മളെ നാട്ടിൽ ലഭ്യമായ ഗവൺമെന്റ് ഔട്ട്ലെറ്റുകൾ വഴി വിതരണം ചെയ്യുന്ന മദ്യമാണെങ്കിലും അത് മറച്ചു വിൽക്കാനൊക്കെ വേണ്ടിയിട്ട് വാങ്ങി വെച്ചാലും കുറ്റകരമാണ് 55I പ്രകാരം. വ്യാജമദ്യം തന്നെ ആയിരിക്കണമെന്ന് അവിടെ ഇല്ല. അടുത്തത് 55ന്റെ ക്യാപിറ്റൽ B, രണ്ടാമത്തെ ക്ലോസ്. അത് പറയുന്നത് മനുഷ്യ ഉപഭോഗത്തിന് അനുയോജ്യമല്ലാത്ത സ്പിരിറ്റുകൾ നിർമ്മിക്കുകയോ അതിന് ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. മനുഷ്യ ഉപഭോഗത്തിന് അനുയോജ്യമല്ലാത്ത മറ്റ് സ്പിരിറ്റുകൾ, അതായത് നമ്മുടെ ഈ വൈദ്യശാസ്ത്ര മേഖലയ്ക്ക് വേണ്ടിയിട്ടോ മറ്റ് കെമിക്കൽ പ്ലാന്റുകൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ചില സ്പിരിറ്റുകളുണ്ട്, മനുഷ്യ ഉപയോഗ യോഗ്യമല്ല. അത്തരം സ്പിരിറ്റുകൾ ആണെങ്കിൽ ശരി, അത് പിന്നീട് നിർമ്മിക്കുകയോ അതിനുവേണ്ടി ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ശിക്ഷയെ പറ്റി പറയുന്ന വകുപ്പാണ് 55B. ഈ 55C ഈ ലേബൽ, അതുപോലെ തന്നെ സെക്യൂരിറ്റി സ്റ്റിക്കർ എന്നിവ വ്യാജമാക്കുന്നതും വിൽക്കുന്നതിനും മറ്റുമുള്ള ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്നു അല്ലെ. അതാണ് 55C. അതായത് ഈ ഒരാള് ഏതെങ്കിലും ഒരു കൂട്ടം വ്യക്തികളോ ഒരാളോ ഏതെങ്കിലും ഗവൺമെന്റിന്റെ ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങുന്ന ബൾക്കായി വാങ്ങുന്ന മദ്യക്കുപ്പികളിൽ അത് പൊട്ടിച്ച് അതിലെ മദ്യമൊക്കെ തന്നെ പകുതിയൊക്കെ മാറ്റിയതിന് ശേഷം അതിനകത്ത് ഇവരുടെ മദ്യമൊക്കെ നിറച്ചിട്ട് വ്യാജ ലേബലൊക്കെ ഒട്ടിച്ച് വീണ്ടും വിൽക്കുന്നു. ഇങ്ങനെ ഒരുപാട് കേസുകൾ എക്സൈസ് വകുപ്പ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള പ്രവർത്തികൾ കുറ്റകരമാണെന്ന് പറയുന്ന വകുപ്പാണ് 55C. നമ്മുടെ ഇവിടുത്തെ ചോദ്യം 55D ആയിരുന്നു, അടുത്ത വകുപ്പാണ്. ഓർമ്മയുണ്ടോ? എന്താണ്? കുറ്റകരമായ ക്രിമിനൽ ഗൂഢാലോചനയാണ്. പിന്നെ ഈ നിയമത്തിലെ സെക്ഷൻ 12C വ്യവസ്ഥകൾ ലംഘിക്കുന്ന ആൾക്ക് 5 വർഷം വരെ നീണ്ടു നിൽക്കുന്ന തടവോ 1 ലക്ഷം രൂപ വരെയുള്ള പിഴയോ രണ്ടും കൂടിയോ ലഭിക്കുമെന്ന് അറിയാം. 12C എന്നറിയപ്പെടുന്ന നമ്മൾ നേരത്തെ മേൽപ്പറഞ്ഞ കുറ്റകൃത്യങ്ങൾ, അതായത് നിയമവിരുദ്ധമായി രാജ്യത്ത് നിലവിലുള്ള നമ്മൾ ഇത്രയും നേരം കേട്ട നിയമങ്ങളില്ലേ, അത് അബ്കാരി ആക്ട് ആണെങ്കിലും ഫോറിൻ ലിക്കർ റൂൾസ് ആണെങ്കിലും വെയർഹൗസ് ആൻഡ് ഡിസ്റ്റിലറി റൂൾസ് ആണെങ്കിലും ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ലംഘിക്കുന്നവർക്കുള്ള ശിക്ഷയാണ് 5 വർഷം വരെ നീണ്ടു നിൽക്കുന്ന തടവോ 1 ലക്ഷം രൂപ വരെ പിഴയോ രണ്ടും കൂടിയോ ലഭിക്കാവുന്ന കുറ്റകരമായ പ്രവൃത്തിയാണെന്നെല്ലാം ഓർക്കുക. പിന്നെ 55G കൂടി നമ്മൾ അവിടെ ഓർത്തിരിക്കണം. അത് വ്യാജരേഖകൾ നിർമ്മിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്താൽ ലഭിക്കുന്ന ശിക്ഷയാണ് അല്ലെ. മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ വിൽക്കാനോ ഒക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കടത്താനുള്ള രേഖകൾ വ്യാജമായി നിർമ്മിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ 1 ലക്ഷം രൂപ വരെ പിഴയോ 3 വർഷം വരെ തടവോ രണ്ടും കൂടിയോ ലഭിക്കുക. അതായത് ഇപ്പൊ ചെക്ക് പോസ്റ്റിലൊക്കെ ചെക്കിംഗ് ഉണ്ടാവും അല്ലെ. ഇപ്പൊ ചെക്ക് പോസ്റ്റ് മുറിച്ചു കടക്കാനായിട്ട് ഒരാള് എക്സൈസ് കമ്മീഷണറുടെ വ്യാജ സീലും വ്യാജ ലെറ്റർ പാഡും വച്ചിട്ട് ഒരു സാങ്ഷനൊക്കെ എഴുതുകയാണ് സ്വന്തമായിട്ട് പ്രിന്റ് ചെയ്ത്. എന്നിട്ട് പോലീസിനെ കാണിച്ച് അങ്ങനെ ചെക്ക് പോസ്റ്റ് ഒക്കെ താണ്ടി പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇയാൾ പിടിക്കപ്പെട്ടാൽ വ്യാജരേഖ ചമച്ചതിന് കിട്ടുന്ന ശിക്ഷ 3 വർഷം വരെ തടവും എത്ര ലക്ഷം രൂപ വരെ 1 ലക്ഷം രൂപ വരെ പിഴയും ചിലപ്പോൾ രണ്ടും കൂടിയോ ലഭിക്കുക. ഇതാണ് 55G പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ പ്രധാനപ്പെട്ട ഒന്ന്, നിയമപരമല്ലാത്ത പരസ്യങ്ങൾ പാടില്ല എന്ന് പറയുന്ന വകുപ്പാണ് 55H അല്ലെ.
മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളെയോ സൂചിപ്പിക്കുന്ന നിയമപരമായ പരസ്യം പ്രസിദ്ധീകരിച്ചാൽ അത് ശിക്ഷാർഹമാണെന്ന് പറയുന്ന വകുപ്പാണ് 55. അടുത്ത കാലത്താണ് ഈ ഒരു സെക്ഷൻ അറ്റാച്ച് ചെയ്യപ്പെട്ടത്. കാരണം നേരത്തെയൊക്കെ നമ്മുടെ നാട്ടില് ഈ മദ്യത്തിന്റെയും ലഹരി വസ്തുക്കളുടെയൊക്കെ തന്നെ പരസ്യങ്ങൾ ധാരാളം ഉണ്ട്, ഇല്ലേ? ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? പണ്ട് ഈ പഴയ ക്രിക്കറ്റ് മാച്ചൊക്കെ എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. നിങ്ങൾ അതിന്റെ ബൗണ്ടറികളിൽ സിസേഴ്സിന്റെ ഒക്കെ ബോർഡ് കാണും. നമ്മുടെ രാഹുൽ ദ്രാവിഡൊക്കെ വിൽസൺ എഴുതിയ ബാറ്റും കൊണ്ടൊക്കെയാണ് ക്രിക്കറ്റ് മാച്ചിന് വന്നിരുന്നത്, സിഗരറ്റിന്റെ പരസ്യം. അതുപോലെ നമ്മുടെ പ്രശസ്തനായ മലയാളത്തിലെ ഒരു നടന്റെ പരസ്യ ടാഗ്ലൈൻ ആയിരുന്നു വൈകിട്ട് എന്താ പരിപാടി. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഒരു മദ്യത്തിന്റെ പ്രൊമോഷനാണ്. പക്ഷെ ഇപ്പോൾ ഇത് പാടില്ല, ഇത് നിയമവിരുദ്ധമാണ്. ആരെങ്കിലും അത്തരം പ്രവൃത്തി ചെയ്താൽ അത് കുറ്റകരമാണെന്ന് പറയുന്ന വകുപ്പാണ് 55. നിയമപരമല്ലാത്ത പരസ്യങ്ങൾക്കുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്നു 55H. മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ സൂചിപ്പിക്കുന്ന നിയമപരമല്ലാത്ത പരസ്യം പ്രസിദ്ധീകരിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ എത്രയാണ്? 6 മാസം വരെ തടവും 25,000 രൂപ വരെ പിഴയോ രണ്ടും കൂടിയോ ലഭിക്കാം. 6 മാസം വരെ തടവ്, 25,000 രൂപ പിഴ. ഓർത്തിരിക്കുക. മദ്യമോ ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിക്കാൻ ആവശ്യപ്പെടുന്നതായിട്ടുള്ള പരസ്യങ്ങൾ അച്ചടിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്യുന്നതിനുള്ള ശിക്ഷയെ പറ്റി പറയുന്നു, അല്ലെ? എന്നാൽ ഉപഭോക്തൃ വിവരങ്ങൾക്കായി വിൽപ്പന കേന്ദ്രങ്ങളിൽ പ്രദർശിപ്പിക്കുന്നുള്ള വിലവിവര പട്ടിക ഇതിൽ ഉൾപ്പെടുന്നില്ല. അതായത് ഈ നേരത്തെ പറഞ്ഞല്ലോ, ഇത്തരത്തിൽ ലഹരി വസ്തുക്കളെയോ മദ്യത്തെയോ മയക്കുമരുന്നിനെയോ പുകവലിയെയോ ഒക്കെ തന്നെ ബൂസ്റ്റ് ചെയ്യുന്ന, പരസ്യപ്പെടുത്തുന്ന ഏതെങ്കിലും പരസ്യം പബ്ലിഷ് ചെയ്താൽ അത് കുറ്റകരമാണ്. നമ്മൾ പറഞ്ഞല്ലോ, ശിക്ഷയൊക്കെ പറഞ്ഞു. എന്നാൽ ഒരു സിഗരറ്റ് വിൽക്കുന്ന കട, ആ കടയുടെ ഫ്രണ്ടിൽ ഒരു വിലവിവര പട്ടിക എഴുതി വെക്കുന്നു. അതിൽ സിഗരറ്റിന് ഇത്ര രൂപയാണെന്ന് എഴുതി വെച്ചാൽ അതൊരു പരസ്യപ്പെടുത്തലല്ലേ? അത് ശിക്ഷാർഹമല്ലെന്ന് പറയാൻ പാടില്ല. അത് സ്വാഭാവികമായ വ്യാപാര നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് മാത്രമുള്ളതായിരിക്കും. അല്ലെങ്കിൽ ചില കടകളിലൊക്കെ സിഗരറ്റിന്റെ ഒരു പരസ്യത്തിന്റെ ബോർഡൊക്കെ ചിലപ്പോൾ കടകളിലൊക്കെ വയ്ക്കും. അത് തെറ്റാണെന്ന് പറയാൻ കഴിയും, വിൽപ്പന കേന്ദ്രമാണ്. അപ്പൊ അതാണ് പറയുക. എന്നാൽ ഉപഭോക്തൃ വിവരങ്ങൾക്കായി, ഉപഭോക്താക്കൾക്ക് വേണ്ടി വിവരങ്ങൾക്കായി വിൽപ്പന കേന്ദ്രങ്ങളിൽ പ്രദർശിപ്പിക്കുന്നതിനായിട്ടുള്ള വിലവിവര പട്ടികയൊന്നും ഇതിൽ പരസ്യപ്പെടുത്തൽ എന്ന കുറ്റകരമായ പ്രവൃത്തിയായി കണക്കാക്കുന്നില്ല. മനസ്സിലായല്ലോ? അതാണ് 55. നമ്മൾ ഏത് പറഞ്ഞത്? H എന്ന വകുപ്പ്, പരസ്യപ്പെടുത്തുക. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, നിങ്ങൾ ഈ പിന്നീട് ഈ നമ്മുടെ ഒരു പ്രശസ്തമായ സിനിമയിൽ ഈ നമ്മുടെ ഒരു നടൻ ഓടി വന്നിട്ട് ചോദിക്കും, ശ്വാസകോശം കഴിഞ്ഞുപോയോ എന്ന് ചോദിക്കും, അല്ലേ? നിങ്ങൾക്കിപ്പോൾ മനസ്സിലേക്ക് ഓടി വന്ന് കാണും, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന പരസ്യം. ഞാൻ പറഞ്ഞു വന്നത്, ഈ സിനിമാ ചിത്രീകരണം അല്ലെങ്കിൽ സിനിമാ പ്രദർശനശാലകളിൽ സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ ആ സിനിമയിൽ മദ്യം, മയക്കുമരുന്ന്, പുകവലി ഒക്കെ തന്നെയുള്ള ഉപയോഗത്തിന്റെയൊക്കെ തന്നെ ധാരാളം ദൃശ്യങ്ങൾ വരുമ്പോൾ അതിന് താഴെ ഒരു ചെറിയ ലേഖനം കാണും, അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം, പുകവലി ക്യാൻസറിന് കാരണമാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ, അല്ലേ? അപ്പൊ ഇത് വെറുതെ അങ്ങനെ കാണിച്ച വേണമെങ്കിൽ ആർക്കും കാണാത്ത രൂപത്തിൽ ചെറുതായിട്ട് എഴുതി കാണിക്കാം. അങ്ങനെ പോരാ. കൃത്യമായ അളവ് ഈ നിയമത്തിന്റെ 55I എന്ന വകുപ്പിൽ പറയുന്നു. എന്താ പറയുക? സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ മദ്യ ഉപയോഗിക്കുന്നതിന് വിലക്കുന്ന മുന്നറിയിപ്പ് സ്ക്രീനിന്റെ 10ൽ 1 ഭാഗത്ത് നിർദ്ദിഷ്ട രീതിയിൽ വ്യക്തമായി പ്രദർശിപ്പിച്ചിരിക്കണം. അങ്ങനെ വെറുതെ ആൾക്കാർക്ക് വായിക്കാൻ പറ്റാത്ത രൂപത്തിൽ പാടില്ല. സ്ക്രീൻ, ടോട്ടൽ സ്ക്രീൻ എത്രയാണോ അതിന്റെ 10ൽ 1 ഭാഗം ഒക്യുപ്പൈ ചെയ്യുന്ന രൂപത്തിൽ, നിർദ്ദേശിക്കുന്ന രൂപത്തിൽ പരസ്യം എന്ത് ചെയ്തിരിക്കണം? പ്രദർശിപ്പിച്ചിരിക്കണം. എന്ത് പരസ്യമാണ്? മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്നുള്ളത്. അതാണ് 55ൽ പറയുന്നത്. മുന്നറിയിപ്പ് കൂടാതെ ഇത്തരം ദൃശ്യങ്ങൾ സിനിമകൾ ഉപയോഗിച്ചാൽ ശിക്ഷാർഹമാണ്. ശിക്ഷ 6 മാസം വരെ തടവും 10,000 രൂപ പിഴയും രണ്ടും കൂടിയോ ലഭിക്കാം. ഇനി ഏതെങ്കിലും സിനിമയിൽ മദ്യപിക്കുമ്പോൾ ഈ താഴോട്ട് മുന്നറിയിപ്പ് എഴുതി കാണിച്ചില്ലെങ്കിൽ ആ സിനിമയുടെ വിതരണക്കാരനോ പ്രൊഡ്യൂസറോ അതിനാരാണോ അതിന് ഉത്തരവാദി, അങ്ങനെയുള്ള അണിയറ പ്രവർത്തകരിൽ ആരാണോ, അവർക്ക് 6 മാസം വരെ തടവും 10,000 രൂപ വരെ പിഴയും അല്ലെങ്കിൽ രണ്ടും കൂടിയും ലഭിക്കാവുന്ന കുറ്റകരമായ പ്രവൃത്തിയാണെന്ന് ഓർക്കണം. മനസ്സിലാവുന്നുണ്ടോ? ശരി, അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കൂ, അടുത്ത ചോദ്യം. അബ്കാരി നിയമപ്രകാരം എത്ര വയസ്സ് മുതലുള്ളവർക്കാണ് മദ്യം കൈവശം വയ്ക്കാനും ഉപയോഗിക്കാനും അനുവാദമുള്ളത്? മദ്യം കൈവശം വയ്ക്കാനും ഉപയോഗിക്കാനും അനുവാദമുള്ളത് എത്ര വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക്, എത്ര വയസ്സ് മുതലുള്ളവർക്കാണ്? 18, 20, 25, 23. ഏതായിരിക്കും ശരി ഉത്തരം? 18 വയസ്സ് മുതലാണോ? അല്ല. 20 വയസ്സായിരിക്കും, അല്ലേ? അല്ല. പിന്നെ 25, 23. ഉത്തരം എത്ര വയസ്സാണെന്ന് ഓർക്കണം? 23. കേട്ടോ?
23 വയസ്സിന് താഴെയുള്ള ഏതെങ്കിലും ഒരുത്തൻ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ മദ്യപിച്ചെന്നോ മദ്യം കൈവശം വെച്ചെന്നോ വല്ലോ അറിഞ്ഞാൽ അയാൾ കുറ്റക്കാരനാണ്. ഓർത്തിരിക്കണം, അബ്കാരി ആക്ട് പ്രകാരം കുറ്റം ചെയ്തിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അബ്കാരി ആക്ട് പ്രകാരം എത്ര വയസ്സ് മുകളിൽ പ്രായമുള്ളവർക്ക് മാത്രമേ മദ്യം ഉപയോഗിക്കാനും കൈവശം വെക്കാനും അനുമതിയുള്ളൂ ചോദിച്ചാൽ 23 വയസ്സാണ് എന്ന കാര്യം ഓർക്കണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ പറഞ്ഞത്? അപ്പൊ ഏത് ഭാഗത്താണ് ഈ അബ്കാരി ആക്ടിൽ പറയുക നോക്കുക. മദ്യം ഉപയോഗിക്കാനും കൈവശം വെക്കാനുമുള്ള പ്രായം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? മിനിമം പ്രായം 23 വയസ്സാണ് അല്ലേ? നോക്കുക, ഏജ് ഫോർ പൊസഷൻ ആൻഡ് കൺസംഷൻ ഓഫ് ലിക്കർ ആണ് 20. നമുക്ക് അബ്കാരി ആക്ട് പ്രകാരം എത്ര വയസ്സിന് മുകളിൽ പ്രായമുള്ള മദ്യം ഉപയോഗിക്കാം? 23 വയസ്സ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഉദ്യോഗാർത്ഥികളെ, ഏത് നിയമത്തിലെ ഏത് വകുപ്പിലാണ് മദ്യം ഉപയോഗിക്കാനുള്ള കുറഞ്ഞ പ്രായം 23 വയസ്സാണെന്ന് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അബ്കാരി ആക്ട് ആണ്. അബ്കാരി ആക്ടിൽ നോക്കുക, മദ്യം ഏജ് ഫോർ പൊസഷൻ ആൻഡ് കൺസംഷൻ ഓഫ് ലിക്കർ പ്രതിപാദിക്കുന്നു. അബ്കാരി ആക്ട് പ്രകാരം എത്ര വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മദ്യം ഉപയോഗിക്കാന്ന് വെച്ചാൽ 23 വയസ്സാണ് എന്ന കാര്യം നമ്മൾ അവിടെ ഓർക്കുക. അപ്പൊ ചോദിക്കുന്നത് ഏത് വകുപ്പിലാണ്? പൊതുവിൽ സെക്ഷൻ 15 ഈ മദ്യത്തിന്റെ ഉപയോഗത്തിന്റെ പ്രായപരിധിയെ പറ്റിയൊക്കെ തന്നെ നിയന്ത്രണങ്ങളെ പറ്റിയൊക്കെ പറയുക. ഇവിടെ കൃത്യമായി പറയുന്നു 15A, സെക്ഷൻ 15A പറയുക മദ്യം കൈവശം വയ്ക്കാനും ഉപയോഗിക്കാനുമുള്ള കുറഞ്ഞ പ്രായം 23 വയസ്സാണ്. മറന്നു പോകരുത്. ഓക്കെ, 20 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് മദ്യം വിൽക്കുന്നത് നിരോധിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വകുപ്പ് 15B. അപ്പൊ ഏത് വകുപ്പിലാണ്? 23 വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം നിരോധിച്ചിരിക്കുന്നു അല്ലെ? പ്രൊഹിബിറ്റഡ് ആണ്, നിരോധിച്ചിരിക്കുന്നു. സെക്ഷൻ 15B പറയുക. ഓക്കെ, 23 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് മദ്യം കൈവശം വച്ചാലോ ഉപയോഗിച്ചാലോ വിൽക്കാൻ ശ്രമിച്ചാലോ ലഭിക്കുന്ന ശിക്ഷ എന്താണെന്ന് ഓർക്കണം. എത്രയാണ്? 5000 രൂപ പിഴ, 2 വർഷം തടവോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാം. അപ്പൊ 23 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് മദ്യം വിൽക്കുകയോ അല്ലെങ്കിൽ കൈവശം വയ്ക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് നിരോധിച്ചിരിക്കുന്നു, പാടില്ല എന്ന് പറയപ്പെട്ട വകുപ്പ് 15B ആണ്. എന്നാൽ അതിന്റെ ശിക്ഷ എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. എന്താണ് ശിക്ഷ? 21 വയസ്സിൽ പ്രായത്തിന് താഴെയുള്ള ഒരു വ്യക്തി മദ്യം ഉപയോഗിച്ചാലോ വാങ്ങിയാലോ വിൽറ്റാലോ കൈവശം വച്ചാലോ ഉള്ള ശിക്ഷ 2 വർഷം വരെ തടവും 5000 രൂപ പിഴയും ചിലപ്പോൾ രണ്ടും കൂടിയോ ലഭിക്കാവുന്ന കുറ്റകരമായി. ഉണ്ടോ? 5000 രൂപ പിഴ, 2 വർഷം തടവോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാം. ഇനി പൊതുസ്ഥലത്ത് പബ്ലിക് പ്ലേസിൽ മദ്യപിക്കാൻ പറ്റുമോ? പാടില്ല. പൊതുസ്ഥലത്ത് മദ്യത്തിന്റെ ഉപയോഗം നിരോധിച്ചിരിക്കുന്ന വകുപ്പ് 15C. തൊട്ടടുത്ത വകുപ്പാണ് 15C. അപ്പൊ പബ്ലിക് പ്ലേസിൽ മദ്യപാനം കുറ്റകരമാണെന്ന് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് ഏത് ചോദിച്ചാൽ 15C, സെക്ഷൻ 15C. അപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസർ, ഡ്രൈവർ അടക്കമുള്ള പരീക്ഷകളുടെ സിലബസിനെ അടിസ്ഥാനമാക്കി കുറേയേറെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുക. നിങ്ങളുടെ ഉത്തരങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ഈ ക്ലാസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. പ്രിയ ഉദ്യോഗാർത്ഥികളെ, അവസാനമായി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കോഴ്സ് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. സിവിൽ എക്സൈസ് ഓഫീസർ പഠനത്തിന്റെ സ്പിരിറ്റ് നഷ്ടപ്പെടുത്തരുത് എന്നാണ് അല്ലെ? സ്പിരിറ്റ്, വൈന്, കള്ള്, ചാരായം, അതുപോലെ പിന്നെ വുഡ് സ്പിരിറ്റ്, ഇതൊക്കെ എന്താണെന്ന് നമ്മൾ പഠിക്കും. അപ്പോൾ ആ സ്പിരിറ്റ് അല്ല, ഈ സ്പിരിറ്റ് നമ്മുടെ ആവേശമാണ്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് കോമ്പറ്റിറ്റീവ് ക്രാക്കറിന്റെ മികച്ച ഒരു കോഴ്സ് ഇപ്പോൾ ആരംഭിക്കുന്നുണ്ട്. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്തുകൊണ്ടോ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടോ അഡ്മിഷൻ ഉറപ്പിക്കാം. അപ്പൊ നമുക്കിനി കോമ്പറ്റിറ്റീവ് ക്രാക്കറിന്റെ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷാ സിലബസിനെ അടിസ്ഥാനമാക്കിയ ലൈവ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ.